ഈ ആഴ്ച നമ്മൾ വലിയൊരു ബെറ്റർ ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടതല്ലേ. ഈവൻ നിഫ്റ്റിയിലും ഡൗ ജോൺസിലും S&Pയിലും ബേസിക്കലി S&P ഡൗ ജോൺസും വേൾഡ് ഇൻഡെക്സ് ആണ് ശരിക്കും US-ലാണെങ്കിൽ പോലും. എന്തുകൊണ്ടാണ് ഒരു ഗ്രീനിലേക്ക് വന്ന് ക്ലോസ് ചെയ്യാൻ കാരണം? നമ്മളതാണ് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സിലിക്കൺ വാലി ബാങ്ക് പൊളിഞ്ഞതിന് ശേഷം ശരിക്ക് ക്രെഡിറ്റ് സീസും പൊളിഞ്ഞുപോയി. ക്രെഡിറ്റ് സീസ് UBS ടേക്ക് ഓവർ ചെയ്തു. സിലിക്കൺ വാലി ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ്സിന് US ഗവൺമെൻറ് തന്നെ അഷുറൻസ് കൊടുത്തു. ശരിക്കും ഇതൊക്കെ ബാങ്കിങ് ഇൻഡസ്ട്രിയിലെ ആ ഒരു ക്രാക്കിനെ, ആ ഒരു ടെൻഷനെ ഒരു പരിധിവരെ കൂൾ ഓഫ് ചെയ്തു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 10 days നമ്മളെടുത്താൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ക്രാക്കിൻ്റെ ഒരു തുടർ ലക്ഷണങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അത് മാർക്കറ്റിനെ കൂൾ ഓഫ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, പേഴ്സണൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് അത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കൊടുത്തത്. ജനുവരിയിൽ 0.6% ആയിരുന്നു. ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ഡേറ്റ 0.3% ആയിരുന്നു. ശരിക്കും അത് ഇൻഫ്ലേഷനെ കൂൾ ഓഫ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണമാണ്. ശരിക്കും ആ ഇൻഡെക്സ് ആ ഡേറ്റ വെളിവിട്ടതിന് ശേഷം US ട്രഷറി ബോൺസിൻ്റെ ഇൻട്രസ്റ്റ് താഴെ പോയി. ഏറ്റവും ക്രിട്ടിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ഈ മാസം വരാൻ പോകുന്ന US അഡ്വാൻസ് GDPയെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ശരിക്കും 1.7% GDP ആണ് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇനഫ് ടു കൂൾ ഓഫ് ദി ഇൻഫ്ലേഷൻ. ശരിക്കും പക്ഷേ ഈ GDP ഡിക്ലെയർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആസ് പെർ മൈ ഇൻഫർമേഷൻ ബൈ 23rd ആണ് ഡിക്ലെയർ ചെയ്യുന്നത് അഡ്വാൻസ് GDPയെ കുറിച്ചുള്ള ഡേറ്റ. ആ GDP ഡാറ്റ സപ്പോർട്ടീവ് ആണെങ്കിൽ അത് മാർക്കറ്റിന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിനി ചാർട്ട്സിലേക്ക് കിടക്കാം. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ S&P 500 ചാർട്ട്സ് ആണ്. നമ്മൾ ചാർട്ട്സ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ദിവസം വളരെ റിലീഫ് റാലി എന്നൊക്കെ പറയാൻ സാധിക്കും. ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് ബെറ്റർ. സെക്കൻഡ് ഡേ ഒന്ന് വീക്കായിരുന്നു. ഫ്രൈഡേ ഇറ്റ് വാസ് ഫാർ ബെറ്റർ വിത്ത് വോളിയം. മനസ്സിലായ വോളിയം ഉണ്ട്, ബൈ നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നത്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഈ ലെവലിൽ നിന്നൊക്കെ ഈ പറയുന്ന ബ്രേക്ക് ഒരു കൊച്ചു ബ്രേക്കൗട്ട് സംഭവിച്ചെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും ബ്രേക്കൗട്ട് ക്ലോസ് ചെയ്താണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ആൻഡ് ക്യാൻഡിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് സ്ട്രോങ് ക്ലോസിംഗ് ആയിരുന്നു. ടുവേറ്റ്സ് ഹൈ ആണ് ക്ലോസ് ചെയ്തത്. 4110 രൂപയാണ് ഹൈ. 4190 രൂപയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് വെച്ചാൽ ഈ ലെവലാണ്. ശരി, ഇതാണ് നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കൽ ഫാക്ടർ. ഈ ലെവലിൽ ക്രോസ് ചെയ്യണം ക്യാൻഡിൽ, എങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഒരു പക്ക ട്രെൻഡ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ലെവലിൽ വന്നിട്ട് ഏതെങ്കിലും ഈ ലെവലിൽ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം 1-2 ദിവസം പുൾ ബാക്കിൽ പോകണം. ശരിക്കും ഒരു റൈറ്റ് ഹെൽത്തി കാര്യമാണ് ഞാൻ പറയുന്നത്. വന്ന് ക്രോസ് ചെയ്തിട്ട് ഒന്ന് പുൾ ബാക്കിൽ പോയതിന് ശേഷം മേ ബി 1-2 ദിവസം കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വേണം സ്റ്റോക്ക് കയറി പോകാനായിട്ട്. ഇത് കൺസോളിഡേഷൻ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് കയറി പോകാനായിട്ട്, സ്റ്റോക്കല്ല ഇൻഡെക്സ് കയറി പോകാനായിട്ട്. എങ്കിൽ മാത്രം നമുക്ക് ട്രെൻഡ് ചേഞ്ച് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്ക് US-ലെ ഇൻഫ്ലേഷൻ ലേറ്റസ്റ്റ് ഡേറ്റ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ലേറ്റസ്റ്റ് ഡേറ്റ വന്നു കഴിഞ്ഞു. ഇൻഫ്ലേഷൻ കൂൾ ഓഫിൻ്റെ സൈൻസ് കാണുന്നുണ്ട്. ശരിക്കും അത് വലിയൊരു സപ്പോർട്ടീവ് ഫാക്ടറാണ്. US ട്രഷറി ഈൽഡ് ഡൗൺ ആയി. ശരിക്കും ആക്ച്വലി ബോണ്ടിൻ്റെ റേറ്റും ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റും ഇക്വിറ്റി നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇക്വിറ്റി കയറുമ്പോൾ ബോണ്ട് താഴെ പോകും, ബോണ്ട് മേളിൽ കയറുമ്പോൾ ബോണ്ട് കയറി പോകുമ്പോൾ ഇക്വിറ്റി താഴെ പോകും. ശരിക്കും സോ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു കടമ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ലെവലാണ്. ശരിക്കും ഈ ലെവലിലെ കടമയാണ് നമ്മൾ കഴിഞ്ഞത്. സോ ഇതാണ് ക്യാൻഡിൽ. ശരിക്കും ഇനി ഇവിടുന്ന് പുൾ ബാക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ മേലൊന്നൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും പുൾ ബാക്ക് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും കയറി പോകുന്നത്. സോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് S&Pയെ സംബന്ധിച്ച്. ശരിക്കും സോ ഇത് കഴിഞ്ഞിട്ട് ഈ ലെവൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കറക്റ്റായിട്ട് എന്താ പറയാൻ സാധിക്കത്തുള്ളൂ, ഒരു ട്രെൻഡ് ചേഞ്ച് എന്നൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ലെവൽ ക്രോസ് ചെയ്യണം. ശരിക്കും പിന്നെ അടുത്ത ഈ ലെവൽസ് ആണ്. ശരിക്കും ആ ലെവലുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ നോക്കൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലെവലാണ് നമ്മൾ ഈ കാണുന്ന ലെവൽ. ഈ ലെവൽ ക്രോസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശരിക്കും മനസ്സിലായി. അതിനുശേഷമാണ് ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഇതാണ്, ഇത് ക്രോസ് ചെയ്യണം. ഈ ലെവലാണ് ക്രോസ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് നാച്ചുറലി നമ്മൾ പോകുന്നത്. സോ അതൊക്കെ നമുക്ക് വരുന്ന മാസങ്ങളിൽ പ്രതീക്ഷിക്കാം, പ്രൊവൈഡഡ് ഇൻഫ്ലേഷൻ പക്കയായിട്ട് US-ൽ എന്താ സംഭവിക്കുന്നത് കുറയുവാണെന്നുള്ളതിൻ്റെ കൺഫർമേഷൻ കിട്ടുമ്പോൾ. ശരിക്കും സോ S&P 500 ചാർട്ട് ഇതാണ്. നമുക്ക് ഡൗ ജോൺസിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. സോ ഡൗ ജോൺസിൻ്റെ ചാർട്ട് ഇതാണ്. ഓൾമോസ്റ്റ് സെയിം ആണ് S&P ആയിട്ട്. നമ്മൾ നോക്കാൻ നേരത്ത് ഡൗ ജോൺസ് ചാർട്ടും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. ശരിക്കും സോ S&Pയെക്കാട്ടിലും കുറച്ച് വീക്കായിരുന്നു ഡൗ ജോൺസ്. ആ വീക്ക്നെസ് ഒന്ന് മാറി വരുന്നു. ഡൗ ജോൺസിനെ സംബന്ധിച്ച് ബ്രേക്ക്ഔട്ട് സോണിലേക്ക് എത്തുന്നേ ഉള്ളൂ. ശരിക്കും ഇവരിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല.
ഒരു പക്ഷേ വരുന്ന ദിവസങ്ങൾക്ക് ബ്രേക്കൗട്ട് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോകാം, ചിലപ്പോൾ ഈ പറയുന്ന കണക്കൊരു ബ്രേക്കൗട്ട് എന്ന് ടച്ച് ചെയ്ത് ചിലപ്പോൾ ഒന്ന് താഴെ പോകാം. അല്ലെ ഈ പറയുന്ന പോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം താഴെ പോയി കൺസോളിഡേഷനിലേക്ക് പോകുന്നത്, പിന്നെ ആയിരിക്കും കയറി പോകുന്നത്. ഇതൊക്കെ നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ശരിക്കും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഇതാണ് ശരിക്കും. ദിസ് ഇസ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിൽ? നിഫ്റ്റി ഒരു കണ്ടിന്യൂസ് ഡൗൺഫാളിലായിരുന്നു അല്ലേ? നോക്കിയേ എന്താ ഡൗൺഫാൾ എന്ന് നിങ്ങൾ നോക്കിയാൽ ഒരു കണ്ടിന്യൂസ് ഡൗൺഫാൾ ആയിരുന്നു നിഫ്റ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ നിഫ്റ്റി ഇതാണ് ഡൗൺഫാളിലേക്ക് വന്ന് ഡൗൺഫാൾ എന്ന് വേണം പറയാൻ ശരിക്കും. നിഫ്റ്റി ഒരു ബ്രേക്കൗട്ടിന് ശ്രമിച്ചു, ഫെയിലുവറായി, വീണ്ടും ബ്രേക്കൗട്ട് സോണിലേക്ക് വന്നു, വീണ്ടും ഫെയിലുവറായി, വീണ്ടും ബ്രേക്കൗട്ട് സോണിലേക്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നമുക്ക് നടത്താം. നിഫ്റ്റി ഈ ലെവലിൽ ക്രോസ് ചെയ്ത് പോകണം ശരിക്കും. ഈ ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്. ഈ കടമ്പ ക്രോസ് ചെയ്ത് പോയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അത് S&P ആയിട്ട് ലിങ്ക്ഡ് ആണ്, ഡൗ ജോൺസ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മാസം, ഈ ഏപ്രിൽ മാസം അഡ്വാൻസ്ഡ് GDP ഡേറ്റ US വരുന്നുണ്ട്. ഓൾറെഡി ഒരു ഡേറ്റ വന്നു കഴിഞ്ഞു, ബാക്കിയുള്ള ഡേറ്റാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ക്രിട്ടിക്കലാണ്. ഈ മാസത്തെ ട്രെൻഡ് ചേഞ്ച് വരുന്നുവോ, അതോ ട്രെൻഡ് ഈ പറയുന്ന കണക്ക് എവിടെയെങ്കിലും പോയി ട്രെൻഡ് ഒന്ന് സ്റ്റക്കപ്പ് ആയിട്ട് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഡേറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ചാർട്ട്സ് ആണ്. അത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങളുടെ ഒബ്സർവേഷന് വേണ്ടി, നിങ്ങളുടെ ലേണിംഗിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്ന ഇൻപുട്സ് ആണ് ശരിക്കും. നിങ്ങൾ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നിങ്ങൾ സ്റ്റോക്കിനെ കണ്ട് മനസ്സിലാക്കുക. IIFL ഫിനാൻസിന്റെ ചാർട്ടാണ്, നോട്ട് എ റെക്കമെൻഡേഷൻ, ഷെയർ ഓൺലി ഫോർ ഒബ്സർവേഷൻ ആൻഡ് ലേണിംഗ്. ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആണല്ലേ, പക്ഷേ ക്യാൻഡിലിനനുസരിച്ചുള്ള വോളിയം ഇല്ല ശരിക്കും. അതൊരു ചെറിയ കൺസേൺ ആണ്. സ്ട്രോങ് ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിലാണ്. ഈ ആഴ്ച ഇത് സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ സംതിങ് അറൌണ്ട് 15% ആണ്. പക്ഷെ ആ ക്യാൻഡിലിൽ ചേരുന്ന വോളിയം കുറവാണ് ശരി. അടുത്ത ആഴ്ച വോളിയം വരുമോ ഇല്ലെന്ന് നമുക്കിപ്പം പറയാൻ സാധിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾ ഒബ്സർവേഷൻ നിങ്ങൾ വെച്ചോളൂ. ഈ ചാർട്ട് ഗ്രീൻവെൽ നോട്ടൻ ആണ്. അതും ഈ പറഞ്ഞ കണക്ക് റെക്കമെൻഡേഷൻ അല്ല, ഓൺലി ഫോർ ഒബ്സർവേഷൻ ആൻഡ് ലേണിംഗിന് വേണ്ടി ഷെയർ ചെയ്താണ്. അത് സ്റ്റോക്ക് എന്താ പറയണ്ടേ, ഒരു ഫാളിംഗ് വെജിൽ നിന്നാണ് കയറി പോകുന്നത് ശരിക്കും. സ്റ്റോക്കിന് ഈ ലെവലിൽ റെസിസ്റ്റൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. സ്റ്റോക്ക് ഇപ്പോഴും ഒരു ചാനൽ റെസിസ്റ്റൻസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ആ സ്റ്റോക്കിലും വോളിയം കുറവാണ് ശരിക്കും, കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണ്. മേ ബി ഈ കംപ്ലീറ്റ് ചെയ്ത ഈ ആഴ്ച ഒരു ദിവസം നമുക്ക് അവധിയായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം. അറിയില്ല എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ച ഇതിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശരിക്കും. ക്യാൻഡിൽ വാസ് ഗുഡ് ആക്ച്വലി. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വോളിയം വളരെ വീക്കാണ്. ക്യാൻഡിൽ ശരിക്കും ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ നിന്നാണ് കയറി പോയത് ശരിക്കും. സ്റ്റോക്ക് വേണ്ട, ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ നിന്നാണ് സ്റ്റോക്ക് കയറി പോയത് ശരിക്കും. റെക്കമെൻഡേഷൻ അല്ല, ഓൺലി ഫോർ ഒബ്സർവേഷൻ ആൻഡ് ലേണിംഗ്. മൂന്നാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് അപ്പോളോ ടൈസ് ആണ്. അപ്പോളോ ടൈസും വീക്കിലി ക്യാൻഡിലാണ് ശരിക്കും. വീക്കിലി ക്യാൻഡിലാണ് അപ്പോളോ ടൈസ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പോളോ ടൈസ് വീക്കിലി ചാനലിൽ ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തു അല്ലെ. വീക്കിലി ക്യാൻഡിൽ ചാനൽ ബ്രേക്ക്ഔട്ട് കൊടുത്തു, ഡീസെന്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്, ക്ലോസ് ഇൻഡിവിസ് ഹൈ ആണ് ശരിക്കും. സോ നിങ്ങൾ 3 സ്റ്റോക്ക് നിങ്ങൾക്ക് റെക്കമെൻഡേഷന് വേണ്ടി തന്നതല്ല, ഒബ്സർവേഷന് വേണ്ടി തന്നതാണ്, ലേണിംഗിന് വേണ്ടി തന്നതാണ്. ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മൾ മൈക്രോ അനാലിസിസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന കാലത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ലാർജ് ലെവൽ എന്തെല്ലാം നടക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ NSEയിലും വരും, നമ്മുടെ നിഫ്റ്റിയിലും വരും. അതിനകത്തൊരു സംശയം വേണ്ട. നിഫ്റ്റിക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിക്കാൻ സാധിക്കത്തില്ല. എപ്പോഴും വേൾഡ് ഇൻഡെക്സുകളെ, വേൾഡ് ഇൻഡിസീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ശരിക്കും. അപ്പോൾ വേൾഡ് ഇൻഡിസീസിൽ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ എപ്പോഴും നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. വേറൊരു കാര്യം, നമ്മുടെ റിസൾട്ട് സീസൺ Q4 റിസൾട്ട് സീസണും ആനുവൽ റിസൾട്ട് സീസണും സ്റ്റാർട്ടീവാണ്. വലിയ പ്രതീക്ഷകളുണ്ട്. കാര്യം വെച്ചാൽ റോ മെറ്റീരിയൽ പ്രൈസ് വളരെ സെറ്റിൽ ഡൗൺ ചെയ്തു, ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെ സെറ്റിൽ ഡൗൺ ചെയ്തു. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രികൾക്ക്, സ്റ്റോക്കുകൾക്ക് ഈ റിസൾട്ട്, വരാൻ പോകുന്ന റിസൾട്ട് ബെറ്റർ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ റിസൾട്ട് സീസണിലേക്ക് നമ്മൾ കാണുന്നത് ശരിക്കും. ഈ റിസൾട്ട് സീസണും നല്ലതാണെങ്കിൽ, എന്നാൽ കമ്പനികളുടെ ഡിക്ലെയർ റിസൾട്ട്സ് നല്ലതാണെങ്കിൽ അതും നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. സൈനിങ് ഓഫ്.